മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി. അത് ആ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. പക്ഷേ ആ ഭവനം വീണില്ല. ശക്തമായ വിശ്വാസത്തിൻ്റെ സുദൃഢമായ അടിത്തറയിലാണ് നമ്മുടെ ആത്മീയത പടുത്തുയർത്തപ്പെട്ടതെങ്കിൽ ഇന്ന് നാം കണ്ടുവരുന്ന അനേകം പരീക്ഷണങ്ങളിലൂടെയും തീർച്ചയായും അടിത്തറയുള്ള നമ്മുടെ വിശ്വാസം കൂടുതൽ ആർജവത്തോടെ നിലനിൽക്കും. അതിൻ്റെ സുവ്യക്തമായ തെളിവാണ് നല്ലൊരു വിശ്വാസി കൂട്ടായ്മ സഭയ്ക്ക് വേണ്ടി സഭയുടെ കർമ്മവീഥിയിൽ വളരെ ശക്തമായിട്ട് ഈ സമയത്തും നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 വർഷം വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന കാലമായിരുന്നു. പ്രത്യേകിച്ച് വനിതാ സഹോദരിമാരായ ഞങ്ങളുടെ വനിതാ സഹോദരിമാരെ ഒക്കെ ഓർത്തിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളുടെ വിശ്വാസ പരിശീലനത്തിൽ ഒരുപാട് അപഭ്രംശങ്ങളുണ്ടായി. നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ എല്ലാം ഒരു ഡയലൂഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത്. എങ്കിലും ഇടവക വേണോ, വികാരിയച്ചൻ വേണോ, അതോ അതിനൊക്കെ അപ്പുറം സഭയും ഈശോയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രൈസ്തവ ജീവിതം തുടരണമോ എന്നുള്ള ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും ഈ പരീക്ഷണത്തിൽ അതിജീവിച്ചവരാണ് ഇന്നും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടവക ജീവിതമോ സംഘടനാ പ്രവർത്തനമോ ഇടവക നൽകുന്ന അംഗീകാരങ്ങളോ ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളോ ആണ് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചതെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു രീതിയിലേക്ക് നമ്മൾ ഒന്നിച്ചു കൂടത്തില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മളിലൊക്കെയുള്ള വിശ്വാസം ചെറുപ്പത്തിൽ അനേകം മേൽപ്പട്ടക്കാരിലൂടെ നമ്മുടെ മാതൃ അതിരൂപതയിലെ ബഹുമാന്യ വൈദികരിലൂടെ സന്യസ്തരിലൂടെ ശക്തിയുള്ള വിശ്വാസമുള്ള കുടുംബങ്ങളിലൂടെ രൂപപ്പെട്ടത് കൊണ്ടാകാം ഈ വലിയ കാറ്റത്തും നമ്മൾ ഇത്ര ശക്തിയോടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന കാലമാണിത്. ചരിത്രത്തിൽ അന്ന് മുതൽ നീറോ ചക്രവർത്തിയുടെ പെർസിക്യൂഷന്റെ സമയം മുതൽ ഇന്ന് വരെ ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, നിശ്ചിത കാലയളവിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ കൂടുതൽ ഭംഗിയുള്ള, കൂടുതൽ വിശുദ്ധിയുള്ള ഒരു സഭ നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത് വളരെ തീർച്ചയാണ്. ആ വിശ്വാസത്തിൽ നമുക്ക് തുടരാം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ അടിയുറച്ച് മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന്, ചർച്ചിന്റെ മജസ്റ്റീരിയത്തോട് ചേർന്ന് നിന്ന്, സുനകദോസിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന തീരുമാനങ്ങളിലൂടെ ചേർന്ന് നിന്ന് നമുക്ക് ഒന്നിച്ചു മുന്നേറാം.